CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഷ്കരിച്ചപ്പോൾ അതിനകത്ത് നിരവധിയായ യുവാക്കൾക്ക് അവസരം കിട്ടി. എം സ്വരാജിനെ പോലുള്ളവർ CPIM സെക്രട്ടേറിയറ്റിലേക്ക് കടന്നുകൂടി. എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് CPIM സെക്രട്ടേറിയറ്റിലേക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ, അതായത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ കേവലം 4 കൊല്ലം മാത്രം എടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഹൈലൈറ്റ്. KK ശൈലജയെ പോലുള്ള മുതിർന്ന നേതാക്കൾ 25 കൊല്ലത്തിലധികം കാലമെടുത്തു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ. അതും PK ശ്രീമതിയുടെ ഒഴിവിലേക്കാണ് KK ശൈലജയെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇതാ ജയരാജൻ ആർമിയും സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി MV ഗോവിന്ദനെ പരസ്യമായി ട്രോളുകയാണ്. MV ഗോവിന്ദൻ പിണറായിയെ കണ്ടാൽ മുട്ടിടിക്കുന്ന നേതാവാണെന്നും അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള സമര പാരമ്പര്യവുമില്ലെന്നും മൊറാഴ സമര പോരാളി എന്ന് പറയുന്നത് വെറും തെറ്റാണെന്നും കേവലം ഡ്രില്ല് മാത്രം അറിയുന്ന താത്വികനാണെന്ന് സ്വയം പൊങ്ങച്ചം പറയുന്ന ഒരു അല്പൻ മാത്രമാണ് MV ഗോവിന്ദനെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ജയരാജൻ ആർമി. നമുക്കറിയാം, എം സ്വരാജ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ വർത്തമാനകാല ഇന്ത്യയിൽ നിഷ്കളങ്കരെ നിങ്ങൾ മറ്റൊരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് കൃത്യമായി അതേപടി ഒരക്ഷരം പോലും മാറ്റാതെയാണ് ജയൻരാജ്, അതായത് P ജയരാജൻ്റെ മകൻ, അതേപടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എം സ്വരാജിനെ പോലുള്ള പിണറായി സ്തുതിപാഠകർ സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരും. പിണറായി വിജയനെ എതിർക്കുന്നവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. നിലവിൽ പിണറായി വിജയന് ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ളവർ, ജനകീയ നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്ന് തോന്നുന്നവർ, PR വർക്കിൻ്റെ അകമ്പടിയോടെ കൂടി പിണറായിയേക്കാൾ ഒരുപിടി മേളിലാകുന്നവർ, അവരെല്ലാം പാർട്ടിയിൽ നിന്നും തഴയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നതെന്നാണ് കൃത്യമായും ഇപ്പോൾ ജയരാജൻ ആർമി തുറന്നടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. PP ദിവ്യയെ പോലുള്ളവരെ സംരക്ഷിക്കുമ്പോൾ പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നു തുടങ്ങിയിരിക്കുകയാണ്. PP ദിവ്യയെ സംരക്ഷിച്ചാൽ പാർട്ടി രക്ഷപ്പെടുമെന്ന് കരുതണ്ട. തളിപ്പറമ്പ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ഏത് നിമിഷവും ആ നിയോജക മണ്ഡലം മാറാം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K സുധാകരന് 10,000-ഓളം വോട്ടിൻ്റെ ലീഡ് ലോക്സഭയിൽ തളിപ്പറമ്പ് അസംബ്ലിയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് പയ്യന്നൂരും കല്യാശ്ശേരിയുമൊക്കെ. പാർട്ടി കോട്ടകളെന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ BJP ഇപ്പോൾ CPIM വോട്ടുകൾ ഹൈജാക്ക് ചെയ്യുകയാണ്. അടിസ്ഥാന വർഗത്തിനെ പ്രതികരിച്ചിരുന്ന CPIM പക്ഷപാത രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇപ്പോൾ പണത്തിൻ്റെ പിന്നാലെയാണ്. സ്വാഭാവികമായും അടിസ്ഥാന വർഗം ഇപ്പോൾ CPIMനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അത് പല സ്ഥലങ്ങളിലും പ്രകടമാണ്. OBC വിഭാഗത്തെ CPIM ഇതുപോലെ ചതിച്ച മറ്റൊരനുഭവമില്ല എന്നുള്ളതും P ജയരാജൻ തുറന്നടിച്ചിരിക്കുകയാണ്.